ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ബോട്ടാണ്. കുറേ പേര് കളിക്കുന്നുണ്ട്. എൻ്റെ പേരാണ് മെംഫി. അപ്പോൾ മെംഫിയുടെ ലിങ്ക് കിട്ടണമെന്ന് എന്ത് ചെയ്യുക? നമ്മൾ നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരിക. ടെലഗ്രാം ചാനൽ ലിങ്ക് നമ്മളോട് പല പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കിട്ടുന്നത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നീട് മെസ്സേജ് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് കിടപ്പുണ്ട്. അതുപോലെ തന്നെ മെംഫിയുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മെംഫിയുടെ ലിങ്ക് എന്ത് ചെയ്തു? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മെംഫി വളരെ എളുപ്പമാണ്, വലിയധികം ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, കുറച്ച് അപ്ഡേറ്റ്സ് പറയാനുണ്ട്. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ മെംഫി ഒരു ടാപ്പ് ടു ഏൺ ഗെയിം തന്നെയാണ്. വെറുതെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക, കില്ല് ചെയ്യുക, അതുപോലെ തന്നെ ലെവൽ മാറും. ഓരോ ലെവലിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിന് മുന്നുണ്ടാകുന്ന ക്യാരക്ടർ ഇതായിരുന്നു. അപ്പോൾ ഓരോ ക്യാരക്ടറിനെ കൊല്ലുകയാണ്. ഇതൊക്കെ എനിമീസാണ്. ഈ എനിമീസിനെ കൊന്ന് നമ്മൾ ഓരോ ലെവൽ ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ ബൂസ്റ്റ് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ലെവലിൽ ഓരോ പുതിയ ബോസ് വരുന്നു. പുതിയ ബോസിനെ കില്ല് ചെയ്ത് കളയുന്നു. ഇതാണ് മെയിനായിട്ട് ഈ ഗെയിമിലുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റേഴ്സ് ഉണ്ട്. ബൂസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടാപ്പ് ബോട്ട് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ മതി? ഇപ്പോൾ ടാപ്പ് ബോട്ടിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1,94,000 കോയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ 1,94,000 കോയിൻ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോയിൻസ് എന്ത് ചെയ്തു? നമുക്ക് നേരെ അവിടെ കയറുന്നു. അതുപോലെ എന്ത് ചെയ്തു? ഇതാണ് ഇവിടെ കാണുന്നതാണ് എന്ത്? നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ബോസിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു 40 ലക്ഷത്തോളമാണ് ഇപ്പോഴുള്ള ബോസിൻ്റെ എനർജി വന്നത്. ഈ എനർജിയാണ് എന്ത് ചെയ്ത് കുറച്ച് കൊടുക്കുന്നത്. ഇപ്പം ഈ 22 ലക്ഷത്തോളം കൂടി കില്ല് ചെയ്യാനുണ്ട്, ഇപ്പോൾ കളയാനുണ്ട്. അപ്പോൾ 22 ലക്ഷം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ബോസ് വരും. അങ്ങനെയാണ് ഓരോ ലെവൽ മാറുമ്പോൾ ഓരോ ബോസുകൾ. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡാമേജ് എന്ന് അറിയാം. ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര ഡാമേജ് വരുന്നു. എനർജി ക്യാപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ടോട്ടൽ വരുന്നത് ഇപ്പോൾ 2500 എനർജി ക്യാപ്പ്. റീചാർജ് സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിൽ എത്ര കോയിൻസ് വെച്ചാണ് കയറുന്നത്. അതാണ് റീചാർജ് സ്പീഡ് എന്നത്. അപ്പോൾ ഇവിടെ ഒരു ടർബോ എന്ന സംഭവം കാണാം. അപ്പോൾ ഈ ടർബോ ഞാൻ ക്ലെയിം ചെയ്യുന്നു. ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നെറ്റ് സ്ലോ ആയെന്ന് കാണാൻ തോന്നുന്നു. ഇപ്പോൾ ടർബോ ആക്ടിവേറ്റ് ആയി ആ ബോർഡിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 120. ഇപ്പോൾ നമുക്ക് എത്രയാണോ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ 10x ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെല്ലമൊന്നുമല്ല, 3, 4, 5 വെല്ലമുണ്ടൊക്കെ എന്ത് ചെയ്യുക? ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ടാസ്കുകൾ വരുന്ന സംഭവം അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ. ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് പോകും. അതായത് ഇവർ സൈറ്റിൽ എന്താണ് നമുക്ക് ഷോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ്. അപ്പോൾ കുറേ പേരുടെ തെറ്റിദ്ധാരണയാണ് ഈ മെംഫി എന്ന് പറഞ്ഞ ടെലഗ്രാമിലുള്ള ഗെയിമാണ് മെയിൻ എന്നാണ് കുറേ പേരുടെ തെറ്റിദ്ധാരണ. എന്നാൽ അതല്ല. മെംഫി എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആകുമ്പോൾ വേറൊരു ഗെയിമാണിത്. 3D ആയും 2D ആയും കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ അവിടത്തേക്കുള്ളൊരു ചെറിയ കമ്മ്യൂണിറ്റിനെ പിടിക്കാനായിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഗെയിമാണ് ഈ ക്ലിക്കർ ഗെയിം എന്ന് പറയുന്നത് മെംഫിയിൽ. അവിടെയുള്ള ഓരോ ബോസുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബോസുകൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു ചെറിയ ക്ലാൻ പോലെ സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ കില്ല് ചെയ്യുന്നു. ഒരു കാവോസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലത്തുള്ള ഇത്രയും വലിയൊരു ഗെയിമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? നമുക്ക് ടെലഗ്രാമിൽ അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു റോഡ് മാപ്പ് എടുക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റിൽ 2023 പ്രീ ലോഞ്ച് ചെയ്തത്. അന്ന് ഇൻ ഗെയിം എക്കണോമി ഡെവലപ്മെൻറ്റ് കീ ഇൻ്റഗ്രേഷൻ, അതായത് ഈ ഗെയിം ടെലഗ്രാമിൽ ഗെയിം ആയിരിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ ഗെയിം ആയിട്ട് റിലീസ് ചെയ്ത് 2023 പിന്നെ 2024 Q1 നമ്മൾ എന്ത് ചെയ്തു? പാർട്ണർഷിപ്പ് അഡ്വൈസറി സാധനങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് Q2 ഇപ്പോൾ നമ്മളെവിടെയാണ്? Q2 Q2 എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം മെംഫിയുടെ TG വരാനിരിക്കുന്നു. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. TG നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇത് വിഡ്രോവൽ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെംഫിയുടെ ടോക്കണോമിക്സ് നോക്കാം. മെംഫിയുടെ ടോക്കണോമിക്സ് നോക്കി കഴിഞ്ഞാൽ ടോക്കണോമിക്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവരുടെ ടോട്ടൽ എത്ര സപ്ലൈ ഉണ്ടോ ആ സപ്ലൈ എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എത്ര കൊടുക്കുന്നു, അതുപോലെ AD അഡാപ്റ്റേഴ്സ് എന്ന് കൊടുക്കുന്നു, പാർട്ട്നേഴ്സിന് എത്ര കൊടുക്കുന്നു. ഇതാണ് അവരെ ഒരു ടോക്കണോമിക്സ് എന്ന് വാക്കുന്നത് അർത്ഥമാക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 90% കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അതായത് ഇത്രയുമുള്ള സപ്ലൈ അതിൻ്റെ 90% ആർക്ക് കൊടുക്കുന്നത്? കമ്മ്യൂണിറ്റിക്ക് ഇൻ ഗെയിം റിവാർഡായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം, എൻ്റെ പൊന്നോ 90% ഗെയിം, അതായത് നമ്മളിവിടെ കളിച്ച് കിട്ടുന്നതൊക്കെ അപ്പോൾ നമുക്ക് കോയിനായിരിക്കുമല്ലോ, 90% കമ്മ്യൂണിറ്റി കൊടുക്കണമെങ്കിൽ കിട്ടുന്നല്ല വിചാരിക്കുക. അല്ല, എന്താണ് അർത്ഥം? 90% കൊടുക്കുന്നത് ഈ നമ്മൾ കളിക്കുന്ന ക്ലിക്കർ ഗെയിമിൽ മാത്രമല്ല. ഇവിടെ നമ്മൾ കാണിച്ചു തന്നില്ലേ, ഒറിജിനലായിട്ട് അവർക്കൊരു ഗെയിമുണ്ട്. ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ 90% എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കുഞ്ഞൊരു ശതമാനമായിരിക്കും എന്ത് ചിലപ്പോൾ നമുക്ക് ഈ ക്ലിക്കർ ഗെയിം ടെലഗ്രാമിൽ ഗെയിം വഴി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. എല്ലാവരും വളരെയധികം ഇങ്ങനെ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു തുടങ്ങുന്ന മെംഫി കളിച്ചു തുടങ്ങിക്കോളൂ. 90% അവരെ ടോക്കണോമിക്സിൽ കമ്മ്യൂണിറ്റിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് പറഞ്ഞാണ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. കുറേ ടെലഗ്രാം പോസ്റ്റുകളും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും നമ്മളതാണ്.
പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. 90% എന്ത് കമ്മ്യൂണിറ്റിയാണ് ഈ ഗെയിമിൻ്റെ ടോട്ടൽ. ഈ മെംഫി എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ളൊരു ഗെയിമാണ്, ഒരു ലാൻഡാണ്. അപ്പോൾ അതിലെ കമ്മ്യൂണിറ്റിക്കാണ് ടോട്ടലായിട്ട്, അതിലെ പ്ലസ് ടെലഗ്രാമിലെ കമ്മ്യൂണിറ്റിക്കായിട്ടാണ് 90%. അല്ലാതെ ഫുള്ളായിട്ട് ടെലഗ്രാമിലെ കമ്മ്യൂണിറ്റിക്കല്ല. പിന്നെ അടുത്തായിട്ട് നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇതിൽ വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു 2 മില്യൺ കോയിൻസ് എല്ലാ ദിവസവും കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്യുമ്പോഴേക്കും കിട്ടുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, 24 അവറിൽ ആകെ ഒരു പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിയെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ആ കോഡ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ടാപ്പ് ചെയ്തു എന്നിട്ട് ശരിയായില്ല, വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശരിയാകാൻ പോകില്ല. ഫസ്റ്റ് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു പോസ്റ്റിൽ വായിച്ചത്, ഒരു പ്രാവശ്യം ട്രൈ കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ടൈം മാത്രമാണ് എന്ത് ഉള്ളത്, ട്രൈ ഉള്ളത്. അതായത് ഭൂരിഭാഗം സമയത്ത് കോഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഹെഡ്, ടാപ്പ്, ഷോൾഡർ, അങ്ങനെ 2, 3, 4 അങ്ങനെ ഒരു ലെവലിലേക്കായിരിക്കും. അപ്പോൾ അതിന് 1, 2, 3 അങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പിൻ്റെ ലെവൽ നോക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം കോഡുകൾ നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഈ അപ്ഡേറ്റ് ചെയ്യാം. കാലത്ത് തന്നെ മെംഫിയുടെ കോയിൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ആ കോയിൻസ് 2 മില്യൺ കിട്ടാനുള്ള കോഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാലത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. എനിക്കിതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പറയാനുണ്ടായത്, എല്ലാവരും തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടിരുന്ന മെംഫിയുടെ ടോക്കണോമിക്സ് ആയിരുന്നു. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിന് നല്ലൊരു ലിസ്റ്റിങ്ങിനുള്ള ചാൻസ് കാണുന്നുണ്ട്, എയർ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കളിക്കാത്തതാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ പോയി കളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് മെസ്സേജിൽ ഇതിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ട്. ഓക്കെ ബൈ, ഇത്രയേ ഉള്ളൂ. താങ്ക്